ഈ വീഡിയോയിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടും ഇന്ത്യ അറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്, ഇതൊരു പോയിന്റ്. രണ്ടാമത് ഐ ആം നോട്ട് ഇൻ ഹരി, അത് ട്രംപാണ്. ഗാസയെ ടേക്ക് ഓവർ ചെയ്യാൻ എനിക്ക് ഒട്ടും ധൃതിയില്ല, നിങ്ങൾ സമാധാനപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് കാലിയാക്കിയിട്ട് തന്നാൽ മതി, അതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് 3 ബന്ദികൾ റിലീസ് ചെയ്യപ്പെട്ടു. 3 ആണുങ്ങളാണ്, മെയിൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതിലുപരിയായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ഏതാണ്ട് 70% ആൾക്കാരും ഈ രണ്ടാം ഘട്ട സീസ് ഫയർ തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് സർവേ ഫലങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കാരണം വേറെ ഒന്നുമില്ല, ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ട ബന്ദികൾ എല്ലാവരും കൂടെ പറയുന്നത് ഈ ഗാസയിൽ താമസിക്കുന്നതിന്റെ അവസ്ഥ അത് അതിഭയാനകമാണ്. പ്രത്യേകിച്ചും ഒരു ഹമാസിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസമേറിയതാണെന്നാണ് മെജോറിറ്റി ആയിട്ടുള്ള ഈ റിലീസ് ചെയ്യപ്പെട്ടു വന്ന ആൾക്കാർ അവരുടെ അഭിപ്രായം എങ്ങനെയാണ്. റിലീസ് ചെയ്യപ്പെട്ടതിൽ ഒരു വ്യക്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ണ് തുറക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ചില പീഡനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർ പുറത്ത് പറയാത്തതാണ്. ഇപ്പോഴും കുറെ ബന്ദികൾ ഈ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരുപാട് ഇവർ നടത്തിയ ക്രൂരതകളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതിനിർണായകമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് IDF കിട്ടിയിട്ടുണ്ട്. ഈ ഗാസയിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള രീതിയിൽ ട്രംപ് ഒരു അനൗൺസ്മെന്റ് ചെയ്ത്, അത് ശരിയാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഹമാസ് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ MAITIC എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മേയർ അമിത് ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെന്റർ, ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഖാൻ യൂണിസ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹമാസിന്റെ യൂണിറ്റിന്റെ ആ ഒരു തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ട ആൾക്കാർ റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്തി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ ഡോക്യുമെന്റേഷൻ ആണ് IDF കിട്ടിയത്. ഈ കിട്ടിയ ഡോക്യുമെന്റ് ട്രംപിന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റിൽ പറയുന്ന വിവരങ്ങളാണ് ഞാൻ ഇവിടെ 2-3 പോയിന്റിൽ ചുരുക്കി പറയുന്നത്. പോയിന്റ് നമ്പർ 1, യങ് ഗാസൻസ് വില്ലിംഗ് ടു റീലൊക്കേറ്റ്. അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ഗാസയിൽ ജീവിക്കുന്ന ആ പാലസ്തീനി യുവാക്കൾ കൂടുതലും അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിവരം, നമ്പർ 1. അടുത്തത് 2007 മുതൽ, അതായത് 2005-2006 ഇതേപോലെ ഒരു വാർ അവിടെ ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യം തൊട്ട് തന്നെ ഈ ഒരു ഹമാസിന്റെ പഠന രീതികൾ, പഠിപ്പീരുകൾ, അപ്പൊ അതിനൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് വന്ന വ്യക്തികൾ ഏതാണ്ട് 2,50,000 പേര് ഈ ഗാസ സ്ട്രിപ്പിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ടാക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല, ഇത് ഹമാസ് അവരുടെ ആ ഒരു സംഘടന ത്രൂ, ഞാൻ പറഞ്ഞ MAITIC എന്ന് പറഞ്ഞ ആ ഒരു സംഘടന, ഹമാസിന്റെ തന്നെ ഖാൻ യൂണിസ് വിങ്ങിലുള്ള ആ സംഘടന സർവേ നടത്തി കണ്ടെത്തിയ റിപ്പോർട്ടിംഗ് ആണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2007 മുതലേ അവിടെ പലായനം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. പിന്നെ 44% ഗാസയിലുള്ള യുവാക്കൾ അവിടുന്ന് മാറി താമസിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഇമിഗ്രേഷൻ, ഇത് ട്രംപ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതിന്റെ എത്രയോ നാൾക്ക് മുമ്പ് നടത്തിയ സർവേയിൽ വന്ന റിപ്പോർട്ടിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പഠനം ഹമാസ് എന്തുകൊണ്ട് നടത്തിയെന്ന് പറഞ്ഞാല് യുവതലമുറയിലുള്ള ആൾക്കാർക്ക് ഇവർ പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു ഹമാസ് തീവ്രവാദത്തിൽ വന്ന് ചേരാനോ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ഈ ഒരു ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ജയിൽ പോലത്തെ അറകളിൽ ഇവരെ ഇട്ട് പീഡിപ്പിച്ച് ഇവരെ സമ്മതിപ്പിക്കുന്നത്. കാരണം ഇവർ ചെയ്യുന്ന പീഡനം പോലും ഇവർ റൈറ്റ്ഫുൾ ആണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ജനിച്ചത് ഇന്ന റീസണിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കോസ്, നീ ജനിച്ച ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പാലസ്തീനിൽ ഈ ഒരു ഇസ്രായേലിനെതിരെ കിടന്ന് പൊരുതുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ലൈഫിന്റെ ഒരു അച്ചീവ്മെന്റും ഒരു ഗോൾ ആയിട്ടാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് കുറച്ചെങ്കിലും തിരിച്ചറിവുള്ള ആൾക്കാർ, ഒരുപറ്റം ആൾക്കാർ അവരുടെ മക്കളെ പ്രായപൂർത്തിയായതിനു ശേഷം ഈ ഹമാസിൽ വിടുന്നതിന് പകരം രക്ഷപ്പെടുത്തി വിടുന്നത് കണക്കാണ് ഗൾഫ് മേഖലയിലൊക്കെ ജോലിക്ക് അയക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി ഗൾഫ് മേഖലയിൽ വന്ന കുട്ടികൾക്ക് പോലും ഇവരുടെ ഫാമിലിയിൽ ഈ ഹമാസ് നിരീക്ഷിക്കുമെന്ന്. എന്താണ് നിരീക്ഷണം? ശരിക്കും പറഞ്ഞാൽ അതായത് ഈ ഗൾഫ് മേഖലയിലൊക്കെ കയറിപ്പോയി, ഈ പാലസ്തീനിൽ നിന്ന് കയറിപ്പോയി പണിയെടുക്കുന്ന ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മിങ്കിൾ ആവുന്നുണ്ടോ, എന്തെങ്കിലും മാരേജ് പോലത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിലിംഗ് വരെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴും ഹമാസിന്റെ നിരീക്ഷണം ഉണ്ടെന്നുള്ളതാണ്. അതായത് ആ ഫാമിലിയുടെ മേളിൽ പുറത്തോട്ട് വന്ന ചെറുപ്പക്കാരൻ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ വേറെ ഏതെങ്കിലും രാജ്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തെറ്റിദ്ധരിക്കരുത്, വല്ല യൂറോപ്യൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏഷ്യൻസോ അങ്ങനെയൊന്നുമല്ല. വേറെ ഏതെങ്കിലും രാജ്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് മേഖലയിൽപ്പെട്ട തന്നെ വേറെ രാജ്യക്കാർ.
അതിൽ പോലും ആ രീതിയിൽ പോലും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഹമാസ്. ഇതൊക്കെ ഇവരുടെ സംഘടന വളർത്താൻ വേണ്ടിയിട്ട്, ഹമാസ് സംഘടന കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിരന്തരം അവർക്ക് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഹമാസ് രൂപീകരിച്ച് വെച്ചിരിക്കുന്ന ചില പോളിസികളിൽ ഒന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹമാസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത് റിലീജിയസ്, മോറൽ, സോഷ്യൽ, ഈ 3 കാറ്റഗറിയിലാണ് അവിടെ പഠനം കൊടുക്കുന്നത്. റിലീജിയസ് എന്ന് പറയുന്നത് അവരുടെ മതപഠനമാണ്. മതപഠനം അഥവാ സ്ക്രിപ്ചർ, പിന്നെ ആ ഒരു പുസ്തകം, ഈ ഒരു കിതാബ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു റിലീജിയസ് കാറ്റഗറിയിൽ വരുന്നത്. മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ട ചില ഡിസിപ്ലിൻ കാര്യങ്ങളുണ്ട്, മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവരുടെ മോറലിസം എന്താണ്, ഒരു ജൂവിനോട് എങ്ങനെ പെരുമാറണം, ഒരു പാലസ്തീനോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ ഈ മൊറാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ആറ്റിറ്റ്യൂഡ് തന്നെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗാസയിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ജൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള പെരുമാറ്റവും അല്ല പാലസ്തീനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പെരുമാറ്റവും രണ്ടായിരിക്കും. ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണെന്നുള്ളതാണ് ഈ മൊറാലിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു സമുദായത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഹമാസ് എന്ന് പറഞ്ഞ ഒരു സംഘടന കൊണ്ട് നടക്കുന്നത്, ഇതിലേക്ക് വന്നു ചേരേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന സംഗതിയാണ് ഈ ഒരു സോഷ്യൽ റിഫോർമേഷൻ ഏരിയയിൽ ഇവർ പഠിപ്പിക്കുന്നത്. കോമൺ വേൾഡിൽ ചിന്തിക്കുന്ന റിലീജിയസ് ആസ്പെക്റ്റോ അല്ലാതെ കോമൺ വേൾഡിൽ ചിന്തിക്കുന്ന മൊറാലിറ്റിയോ കോമൺ വേൾഡിൽ ചിന്തിക്കുന്ന സോഷ്യൽ റിഫോർമേഷൻ കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇവിടെ അവർ പറയുന്ന കാര്യങ്ങളാണ് അവിടുത്തെ മൊറാലിറ്റിയും സോഷ്യൽ റിഫോർമേഷനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഇതിവിടെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതായത് ഗാസയിൽ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 50% ആൾക്കാരെങ്കിലും അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് പോകാൻ തയ്യാറാണ്. ഓൺലി ഹമാസിനെ പേടിച്ചിട്ട് മാത്രമായിരിക്കണം അവര് മിണ്ടാതിരിക്കുന്നത്. ഈ ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് നോക്കേണ്ടത്. അപ്പൊ ട്രംപിന്റെ ആശയങ്ങൾ വെറുതെ പറയുന്നതല്ല, അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ അതിന്റെ പുറകിൽ രൂപപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല്, ഞാനൊരു ഇമേജ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫസർ അയാളുടെ സ്വന്തം ഭാവനയിൽ ഗാസ ഒരു റിയൽ എസ്റ്റേറ്റ് ബിൽഡർ വെച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവേരിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സിമുലേഷൻ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ ഒരു ഇമേജ്. ഇത് ശരിക്കും ട്രംപിന് പ്രൊപ്പോസൽ ആയിട്ട് അയക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ട്രംപിന് ശരിക്കും അയാൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് ട്രംപിന് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രംപ് ഇന്ന് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഗാസയിൽ എടുത്തു ചാടി ഒന്നും കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. നിങ്ങൾ സമാധാനപൂർവ്വം അവിടെ നിന്ന് എത്രത്തോളം റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റീലൊക്കേറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ബാക്കി വരുന്ന ആൾക്കാരെ പുള്ളിക്കാരൻ വേറെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. ഏഷ്യൻ സൈഡിലൊന്നും നോക്കുന്നില്ല. അതിലുപരിയായിട്ട് സൊമാലിലാൻഡ്, സൊമാലിയ എന്നീ 2 സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഗൾഫ് ഓഫ് ഏഡന്റെ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പൊ ആ 2 രാജ്യങ്ങളും ഓപ്ഷനിലുണ്ട്. അത് കൂടാതെ ഒരു രാജ്യം കൂടെ മൊറോക്കോ, ഈ ഒരു രാജ്യം കൂടെ അഡീഷണൽ ആയിട്ട് പുള്ളി എടുക്കുന്നുണ്ട്. ഇതിലുപരിയായിട്ട് ഇത്രയും ദൂരെ അവരെ കൊണ്ട് വെക്കണോ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ജോർദാനും ഈ ഈജിപ്തും സ്വമേധയാ ചിലപ്പോൾ ഒരുപക്ഷെ സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടേക്കാം എന്നും കൂടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എപ്പോഴും ട്രംപ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡോമിനേറ്റിംഗ് പവർ ആയിട്ട് ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്ത്യക്കും അത് ബാധകമാണ്. ഇൻഡയറക്ട്ലി ഇന്ത്യയെ അഫക്ട് ചെയ്തുകൊണ്ട് ഒരു വിഷയം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിൽ ഇന്ത്യയിലുള്ള ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് ചിലപ്പോൾ പറയത്തില്ല. പക്ഷെ ഇന്ത്യക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിൽ ട്രംപ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ ഇപ്പൊ മനസ്സിലാവത്തില്ല. ഇനി അത് ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി അമേരിക്ക വിസിറ്റ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം ഇന്ത്യക്കുള്ളിൽ. പക്ഷെ ഞാനത് മുൻകൂട്ടി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയുകയാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കവർ ചെയ്തിട്ട് അതിന്റെ പുറകിൽ ഇത് പറയാം. അപ്പൊ ട്രംപ് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വി വിൽ ബി ആൻ ഇൻവെസ്റ്റർ. ആരാണ്? അമേരിക്ക. അമേരിക്ക വിൽ ബി ആൻ ഇൻവെസ്റ്റർ. വി ജസ്റ്റ് വാണ്ട് ടു സീ സ്റ്റെബിലിറ്റി. അവർക്ക് ജസ്റ്റ് സ്ഥിരത, അതാണ് വേണ്ടത്. അപ്പൊ ഗാസ എപ്പോഴാണ് സ്ഥിരത ആർജിക്കുന്നത് അതുവരെ പുള്ളി വെയിറ്റ് ചെയ്യും. അതിനുശേഷം ബിൽഡേഴ്സിനെ ക്ഷണിക്കും, റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിനെ ക്ഷണിക്കും. അവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇറക്കി അതിനുശേഷമായിരിക്കും കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഈ ഗാസയെ റീബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ സ്റ്റോപ്പ് ആവും. ഇനി ആർക്കാണ് ധൈര്യം അവിടെ ഉള്ളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഗാസയെ റീബിൽഡ് ചെയ്യാൻ? ആരെങ്കിലും ധൈര്യപ്പെടുവോ? ഇവിടെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഈ വക രീതിയിലുള്ള ചെക്ക് പോയിന്റുകളാണ് പല പല സ്ഥലത്ത് ട്രംപ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾ ഇനി നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ ചെയ്യേണ്ടതുണ്ട്. അവർ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യണം. ഈ അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ മൊത്തം ഒരുമിച്ച് നിന്ന് ട്രംപിന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള കൂട്ടത്തല്ലുകൊണ്ട് ഇവര് മാറി നിന്ന് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ അവരവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന രീതി ഇനിയും തുടർന്നാൽ ഗാസ കൈവിട്ടു പോകും മക്കളെ. അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്.
നിങ്ങൾ ഇപ്പൊ ഇതാ കുറിച്ചു വെച്ചോ, ഞാൻ ഇതിപ്പോ വെറുതെ പറയുന്നതല്ല, ഇത് തന്നെ സംഭവിക്കും. പ്രൊഫസർ ജോസഫ് ബെൽസ്മാൻ ആണ് ഈ ഒരു ഗാസയെ കുറിച്ചുള്ള ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇമേജ് ട്രംപിന് കൈമാറിയിരിക്കുന്നത്. ലെബനനിൽ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം ഇത് ഇപ്പോഴാണ് അവിടുത്തെ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ 2 വർഷമായിട്ട് ഹെസ്ബുള്ള തന്നെയാണ് അവിടെ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ എല്ലാം അടിച്ചു പൊളിച്ച് കയ്യിൽ ഒതുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുകയാണ് ലെബനാനിൽ. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ആ പിക്ചർ മനസ്സിലാവും ലെബനാൻ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, ലെബനാനിലുള്ള ഒരുപാട് മൈനോറിറ്റീസ്, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഇതര റിലീജിയനിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ഈവൻ മുസ്ലിംസിൽ തന്നെയുള്ള ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവർക്കാർക്കും തന്നെ ലെബനാനിൽ വളരെ എളുപ്പത്തിൽ വന്നു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പൊ ഇനിയെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ലെബനാനികൾക്ക് ഒന്ന് വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അവരുടെ ഒരു ഹോം കൺട്രി മാറും എന്ന് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ 2-3 വീഡിയോകൾക്ക് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഫെബ്രുവരി മാസം മൊത്തം ഈ ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ആയിക്കോട്ടെ, രാഷ്ട്രീയ അരക്ഷിതത്വം അഥവാ അല്ലെങ്കിൽ അവിടെ കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവാമി ലീഗ് പാർട്ടി 6-ാം തീയതി മുതൽ അവിടെ തുടരെ ചില ഡേറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തും. 18-ാം തീയതി വരെ അവരെ ചാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു മിസ്റ്റേക്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രക്ഷോഭം നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ത്രൂ നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് നിങ്ങൾ സർക്കാരിനെതിരെ, അവിടെ നിലവിലുള്ള സർക്കാരിനെതിരെ പ്രതികരിക്കണം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പ്രീ നോട്ടീസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ആഹ്വാനം അവാമി ലീഗ് പാർട്ടി ചെയ്തത് കൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അവാമി ലീഗ് വെൽക്കമബിൾ അല്ല. ഒരു പാർട്ടി തുടരെ ഇരുന്ന് ഭരിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. അത് ഷേഖ് ഹസീനയുടെ മേളിൽ അവിടുത്തെ ഒരു ജനങ്ങൾക്ക് ഒരു പൊതുവിൽ ഒരു 50% ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാർ അവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ ആ ജനങ്ങൾ അവരെ കുറിച്ച് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്താൻ. എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ പവർ ഇല്ല, ഞങ്ങൾ താൽക്കാലിക സർക്കാരാണെന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്കും ഇവരോടൊന്നും കാണിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അതിലുപരിയായിട്ട് ഈ മെജോറിറ്റി ഭൂരിപക്ഷമുള്ള ആൾക്കാർ മുസ്ലിംസ് ആണ്. ഇസ്ലാം മത തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലത്തെ സംഘടനകളെ പിന്തുണയ്ക്കുന്നതായിരിക്കും അവരുടെ മൊറാലിറ്റിക്കും അവരുടെ മതപരമായിട്ടുള്ള ആശയങ്ങൾക്കും ശരി എന്ന് അവരുടെ ബുദ്ധിക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് അവർ അതിനൊത്തേ നിൽക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്നതാണ് ഇപ്പൊ ഈ ജനങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ നിൽക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഈ ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ ക്ഷയിച്ചിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ശക്തരാണ് എന്നുള്ള നിലയിൽ തെളിയിക്കത്തക്ക രീതിയിലാണ് അവർ പോയി ഷേഖ് ഹസീനയുടെ വീടൊക്കെ കത്തിച്ചു കളഞ്ഞത്. ആ ലൊക്കാലിറ്റിയിലുള്ള ലോക്കൽസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിനെ തടയാൻ വന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും ഇവർ JCB ബുൾഡോസറുമായിട്ടൊക്കെ പോയിട്ടാണ് ആ വീടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ തീയിട്ടത്. ഒരു ആന്റി ഇന്ത്യ ചിന്താഗതി ഈ ബംഗ്ലാദേശ് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഷേഖ് ഹസീന ഇപ്പൊ ഇന്ത്യയിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതിനു മുമ്പും ഉണ്ട് എന്നുള്ളതാണ്. ഷേഖ് ഹസീന കമ എന്ന് പറഞ്ഞൊരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയാണ് ഇവരുടെ നിലപാടുകൾ മൊത്തം ഉണ്ടാകുന്നത്. 54 മുതൽ 56 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക് ഉണ്ടല്ലോ, അവിടെയാണ് ഇവർ എയിം ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ട്രൈ ജംഗ്ഷൻ ആണ്. സിക്കിം, ഭൂട്ടാൻ, സിലിഗുരി, ഈ ഭാഗത്ത് വരുന്ന ഒരു ട്രൈ ജംഗ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോറിഡോർ ആണ് എപ്പോഴും ഈ ഒരു 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ നമ്മളുടെ ഈസ്റ്റേൺ മേഖലയിൽ കിടക്കുന്ന ഒരു 7 സ്റ്റേറ്റുകളെ എപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇന്ത്യക്കെതിരെ ഒരു ത്രെട്ട് ഇവർ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് ഇന്ത്യ ലൈവ് ഡ്രിൽ, ഇന്ത്യൻ മിലിറ്ററി വെസ്റ്റ് ബംഗാൾ വിങ്, ഈ വെസ്റ്റ് ബംഗാൾ റെജീം ശരിക്കും അവിടെ ഒരു ലൈവ് ഡ്രിൽ നടത്തിയിട്ടുണ്ട്. 1,00,000 ട്രൂപ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു മിലിറ്ററി ലൈവ് ഡ്രില്ലാണ് ഇന്ത്യ അവിടെ നടപ്പിലാക്കിയത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള മിസൈലുകളൊക്കെ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് അവിടെ ലൈവ് ഡ്രിൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അവിടെ കാഴ്ചവെച്ചത്. പിനാക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രോശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബംഗ്ലാദേശ് ബോർഡർ ഫോഴ്സ് അവർ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അവരവിടെ സൈറനൊക്കെ കൊടുത്തു, അലേർട്ടൊക്കെ കൊടുത്തു. റിയൽ ആയിട്ട് തന്നെ ഇന്ത്യൻ ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള നിലപാടിലൊക്കെ എത്തി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അവരെ അറിയിക്കുകയാണ് ചെയ്തത്, ഇതൊരു ലൈവ് മോബ് ഡ്രില്ലാണെന്നുള്ളത് അറിയിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ലൈവ് മോബ് ഡ്രില്ലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയെന്ന് പറഞ്ഞാൽ ബാറ്റിൽ റെഡിനെസ്, അതേപോലെ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ്. ബാറ്റിൽ റെഡിനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേഗത്തിൽ നമ്മളുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്ര സ്പീഡായിട്ട്, ക്വിക്ക് ആയിട്ട്. ഇന്ത്യൻ മിലിറ്ററി അഥവാ ഇന്ത്യൻ ആർമി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിന്റെ സോവറനിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മിലിറ്ററിയാണ്. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രാജ്യത്തുള്ള പല രീതിയിലുള്ള പല ജാതി മതത്തിലുള്ള പല സ്റ്റേറ്റുകളിൽപ്പെട്ട വ്യത്യസ്ത കൾച്ചർ ലിംഗ്വിസ്റ്റിക്കിൽപ്പെട്ട ആൾക്കാരൊക്കെ പോയി ഒരുമിച്ച് നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പാട്രിയോട്ടിസം വരുന്നത്. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ പാട്രിയോട്ടിസം വരണം, അതാണ് ഇന്ത്യക്കാരൻ. അപ്പൊ ആ രീതിയിലാണ് ജാതിമത ഭേദമന്യേ ആൾക്കാർ പോയി നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടി പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബോർഡർ എന്ന് പറയുന്നത്.
BSF ഈ ബോർഡർ റോഡ് നിർമ്മിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിസാഹസികമായിട്ടുള്ള പരിപാടികളാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ പോയി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഗൂസ് ബംസ് വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇന്ത്യൻ ആർമി പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണുന്ന പോലെയല്ല, ഹിമാലയൻ മേഖല, കശ്മീർ, ലഡാക്ക് ആ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാല് ആ രീതിയിലാണ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ മലകളായിക്കോട്ട് അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയകൾ തണുപ്പും മഞ്ഞ് എന്നുള്ള നിലയിൽ ഒന്നും നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് കാര്യങ്ങളൊക്കെ എത്ര കാട് മല പുഴ എന്ത് ആയിക്കോട്ടെ അതൊക്കെ അടിച്ച് തകർത്ത് ചടപടയെന്ന് പാലമൊക്കെ ഇട്ട് പോകുന്നത് കാണാൻ കഴിയും. ആ രീതിയിലുള്ള എഫിഷ്യൻസി ഉള്ള ടീമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ഞാൻ ഇന്ത്യൻ ആർമിയെ ചുമ്മാ പൊക്കി പറയുന്നൊന്നുമല്ല, ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ ആർമിക്കുള്ള ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരുത്തനും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. നമ്മളുടെ 1,00,000 ട്രൂപ്പ് ആ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ബംഗ്ലാദേശ് ഇല്ല, അത് അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമേ നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യ അറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പറയാം. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നല്ല രീതിയിലുള്ള പിരിമുറുക്കം, ട്രംപ് നല്ല രീതിയിലുള്ള ഓപ്ഷനാണ് ഇറാൻ കൊടുത്തത്. പക്ഷെ ഇറാൻ അതിൽ കൊത്തുന്നില്ല, ഇറാൻ അത് എടുക്കാൻ തയ്യാറുമല്ല എന്നുള്ളതാണ്. ഇറാൻ എന്തോ വാശിപ്പുറത്ത് ഇറാൻ എന്തോ സാധിച്ചു കളയുമെന്നുള്ള നിലയിൽ ഇറാൻ അമേരിക്കയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിലുപരിയായിട്ട് കൂടുതൽ ആയുധ ശേഖരം നടത്തുകയും അതിലുപരിയായിട്ട് അവർ ന്യൂക്ലിയർ വെപ്പൺ തയ്യാറാക്കിയേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ള നിലയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ വാർത്തയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് കൂടുതൽ സാങ്ഷൻസ് ഇറാന്റെ മേളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചാൽ ഇന്ത്യക്ക് അതിനകത്ത് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ബൈഡൻ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോർട്ട് നമ്മൾ ഇറാനിൽ നിന്ന് എടുക്കുന്നത്. 10 വർഷത്തെ ലീസിനാണ് എടുക്കുന്നത്. നമ്മൾ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പോർട്ട് ഇന്ത്യക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് ഇറാന്റെ മേളിൽ നല്ല രീതിയിലുള്ള സാങ്ഷൻസ് അമേരിക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ബൈഡൻ ഗവൺമെന്റ് തന്നെ ഈ ഒരു സാങ്ഷൻ ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അതേസമയം അന്ന് ഇന്ത്യ 2 പ്രവൃത്തികളാണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ലീസ്. 2, ഇറാന്റെ അടുത്ത് നിന്ന് ഓയിലും കൂടെ ഇന്ത്യ മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഇത് നെഗോഷിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ US പോയി നെഗോഷിയേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഒരു ഇസ്രായേൽ ഗാസ യുദ്ധം, ഇസ്രായേൽ ലെബനാൻ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പോർട്ട് എടുക്കുന്നത്. ഓർത്ത് വെച്ചോണം, ഈ പോർട്ട് എടുക്കുന്ന സമയത്ത് ഇറാന്റെ മേളിൽ സാങ്ഷൻസ് ഉണ്ട്. US ഇന്ത്യയുടെ മേളിൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നില്ല. ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇവിടെ വാർത്തകളൊക്കെ അടിച്ചിറക്കി. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, അങ്ങനെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ എപ്പോഴും ബാക്ക് ഡോറിൽ പണി കിട്ടും. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പെർമനന്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ പെർമനന്റ് എനിമിയോ ഇല്ല എന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ താല്പര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ അമേരിക്കയുടെ താല്പര്യം എന്താണോ അത് അവർ നടപ്പിലാക്കും. ആ രീതിയിൽ ഇപ്പൊ ഇന്ത്യക്ക് പർപ്പസ്ഫുള്ളി ഒരു പണി കിട്ടണം എന്ന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്തതല്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇന്ത്യക്ക് ഒരു പണി കിട്ടി. അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അന്ന് നമ്മൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഓയിൽ അവിടെ നിന്ന് മേടിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് വേറെ റൂട്ടില്ല. ഇപ്പൊ ഞങ്ങളിപ്പം ചബഹാർ പോർട്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതാണ് റൂട്ട്? യൂറോപ്പിലേക്ക് എത്താൻ ഞങ്ങൾക്ക് വേറെ റൂട്ട് വേണം. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ എപ്പോഴും പൊരിഞ്ഞ അടിയാണ്, റെഡ് സീഡ് അവിടെ. അപ്പൊ അതുകൊണ്ട് അതും സേഫ് ആയിട്ടുള്ള റൂട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ചബഹാർ റൂട്ടാണ് ഏറ്റവും എളുപ്പം. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇറാനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറാന്റെ അവിടെ നിന്ന് ഓയിൽ മേടിക്കുന്നില്ല. ഓയിൽ മേടിക്കുമ്പോഴാണല്ലോ എപ്പോഴും മാസം ഒക്കെ അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. മറ്റേന്ന് പറയുമ്പോൾ 1 ടൈം ആണ്. അതായത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ഫിക്സഡ് എമൗണ്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ, ആ ലീസ് നിലനിൽക്കും. അപ്പൊ നമുക്ക് പോർട്ട് ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ചബഹാർ പോർട്ട് ഇന്ത്യയുടെ കൈവശം വെക്കുകയും മറിച്ച് ഓയിൽ ട്രേഡ് നിർത്തുകയുമായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്ത് US സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സാങ്ഷനിൽ നിന്നും ഒഴിവായത്. അപ്പൊ അതിനകത്ത് US എന്താണ് കൊള്ളിച്ചെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഈ ഒരു ചബഹാർ പോർട്ടിനെ US വേവറിംഗ് ഓപ്ഷനിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ വേവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫേവർ, അമേരിക്കയുടെ ഭാഷയിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ഓപ്ഷനാണ്. ആ ബെനിഫിറ്റ് ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിരുന്നത്. ട്രംപ് ഇപ്പൊ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് ഈ ഒരു ബെനിഫിറ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഈ വേവറിംഗ് എല്ലാം ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. അപ്പൊ വേവറിംഗ് ക്യാൻസൽ ആക്കുമ്പോഴത്തേക്കും ഒരുപാട് രാജ്യങ്ങളുടെ ഈ ഒരു ബെനിഫിറ്റ് ക്യാൻസൽ ആവും. അതിലൂടെ ഈ വേവറിംഗ് കാറ്റഗറിയിൽ പെട്ടതാണ് ഈ ഒരു ഇറാന്റെ ചബഹാർ പോർട്ടും ഇന്ത്യയുടെ ആ ഒരു എഗ്രിമെന്റും. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ US എതിർത്തുകൊണ്ട് ഈ ചബഹാർ പോർട്ട് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ US നിന്നുകൊണ്ട് ചബഹാർ പോർട്ടിനെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യം വരും. പ്രൈം മിനിസ്റ്റർ മോദി 13-ാം തീയതി പോകാനിരിക്കുകയാണ്. അപ്പം എത്രമാത്രം ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡോമിനേറ്റഡ് ആയിട്ട് ട്രംപ് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രംപിന്റെ ഒരു നെഗോസിയേഷൻ കപ്പാസിറ്റി ഇപ്പം ട്രംപിന്റെ സൈഡിൽ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പോയി ഇരുന്ന് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ, നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ മാക്സിമം US പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടും. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാത്രമല്ല, ഒരു ടഫ് നെഗോഷിയേറ്റർ ആണ്. ഇപ്പൊ ടഫ് നെഗോസിയേഷന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ബൈ ഡീഫോൾട്ട് ഇപ്പൊ ഇന്ത്യക്ക് ഒരു അടി കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ ചബഹാർ പോർട്ടിൽ.
ഇതൊന്നും ഇന്ത്യൻ മീഡിയാസ് ഇതൊന്നും ഫോക്കസ് ചെയ്യത്തില്ല. അവിടെ വേവറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഫേവർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു വേവറിംഗ് മൊത്തം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, റദ്ദാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത് മാർക്കോ റൂബിയോയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി മാത്രം എടുത്തൊരു നടപടിയല്ല, സ്വമേധി അവർ ഇറാനെ സാങ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എടുത്ത നടപടിക്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രാജ്യങ്ങൾക്ക് വേവറിംഗ് കൊടുത്തിട്ടുണ്ടോ ആ രാജ്യങ്ങളുടെ എല്ലാവിധ സകലമാന സംരംഭങ്ങളും ഇറാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇറാനുമായിട്ട് ഇനി ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വ്യാപാര ബന്ധമോ ഒരു രീതിയിലുള്ള ഇടപാടുകളും പാടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇന്ത്യ ഇത് നെഗോഷിയേറ്റ് ചെയ്യും. ഇന്ത്യ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ ചോദിക്കേണ്ട ചോദ്യം, ഞങ്ങൾക്ക് വേറെ ആൾട്ടർനേറ്റ് റൂട്ട് ഏതാണ്? അപ്പൊ നിങ്ങളൊരു സജഷൻ ചെയ്യൂ, ഒരു ആൾട്ടർനേറ്റ് റൂട്ട്. അപ്പൊ അങ്ങനെ ആൾട്ടർനേറ്റ് റൂട്ട് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരുന്നതാണ് ഐമാക്. ഐമാക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിനുവേണ്ടി തന്നെയാണ് ഇന്നലെ ഗ്രീസിന്റെ റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിൽ വന്ന് സംസാരിച്ചിട്ട് പോയത്. ഈ ഗ്രീസിന്റെ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാര്യത്തിലെ തുർക്കിക്ക് ഇതിനകത്ത് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ G20 സബ്മിറ്റില് ഐമാക് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ എർദോഗൻ പറഞ്ഞത് തുർക്കി ഇല്ലാതെ എന്ത് ഐമാക് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ട് പോയത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാല് തുർക്കിയും കൂടെ അവിടെ കൂട്ടണം എന്നാണ്. തുർക്കിയെ കൂട്ടാൻ എന്താണ്? ഇപ്പൊ ഗ്രീസിനെ നമ്മൾ അതുകൊണ്ടാണ് ഇടപെടുത്തി വെച്ചിരിക്കുന്നത്. ഗ്രീസിനാണ് ഈ ഒരു ബെനിഫിറ്റ് പോകുന്നത്, തുർക്കിക്കല്ല. തുർക്കിക്ക് അതിനകത്ത് നല്ല വിഷമമുണ്ട്. പക്ഷെ ഈ റൂട്ട് പോകുന്നത് ജബലലി പോർട്ട് അഥവാ ജബലലി പോർട്ട് അല്ലെങ്കിൽ ഫിജൈറ പോർട്ട്, ഈ രണ്ട് പോർട്ടുകൾ ഒരു പോർട്ടിൽ ഇന്ത്യ സാധനം എത്തിക്കും. അത് ശരിക്കും പറഞ്ഞാൽ UAE ത്രൂ, സൗദി അറേബ്യ ത്രൂ, ജോർദാൻ ത്രൂ, ഇസ്രായേൽ ഹൈഫ പോർട്ട് വഴി ഗ്രീസിലേക്ക് പോകും, ഗ്രീസ് ത്രൂ യൂറോപ്പ്. അങ്ങനെയാണ് ഈ ഒരു റൂട്ട് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പൊ തൽക്കാലം ട്രംപ് ഈ ഒരു ഐമാക് ഇൻട്രൊഡ്യൂസ് ആകുന്നത് വരെയെങ്കിലും ഈ ഒരു ചബഹാർ പോർട്ടിലേക്ക് നമുക്കൊരു വേവറിംഗ് ബെനിഫിറ്റ് തരേണ്ടി വരും. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം US-നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ആൾട്ടർനേറ്റ് റൂട്ട് ഇല്ല എന്നുള്ളത് ധരിപ്പിക്കുക. അത് ധരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറാനുമായിട്ടുള്ള ചബഹാർ പോർട്ടിന്റെ ആ ഒരു വേവറിംഗ് ബെനിഫിറ്റ് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.